തൃശൂർ തീരത്ത് 2 ഡോൾഫിനുകളുടെ ജഡം അടിഞ്ഞ സംഭവത്തിന് പിന്നിൽ കപ്പൽ അപകടമെന്ന് സംശയം. പോസ്റ്റ്മോർട്ടത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. കണ്ടെയ്നറിൽ നിന്നുള്ള രാസമാലിന്യമാണോ കാരണമെന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തും. വിവരങ്ങൾ നൽകാനായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ആശങ്കപ്പെടുത്തുന്നതാണ് ഈ വാർത്ത. വിശദാംശങ്ങൾ. ഇത് ഡോൾഫിനുകളുടെ മരണത്തിന് പിന്നിൽ കപ്പൽ അപകടം എന്നുള്ള സംശയമാണ് നിലവിൽ DFO ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള രേഖാമൂലമുള്ള നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ഈ ഡോൾഫിനുകളുടെ മൃതശരീരത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടെയ്നറിൽ നിന്നുള്ള രാസമാലിന്യം ആണോ എന്ന കാര്യത്തിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡോൾഫിനുകൾ ചത്ത സംഭവത്തിൽ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യം രേഖാമൂലം കഴിഞ്ഞ ദിവസം അഡ്മിറാൽറ്റി സ്യൂട്ട് ഫയൽ ചെയ്ത സമയത്ത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കേരള തീരത്ത് മൊത്തത്തിൽ 4 ഡോൾഫിനുകളുടെ ജഡമാണ് അടിഞ്ഞിട്ടുള്ളത്. ഇത് ഈ MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ കണ്ടെയ്നറുകളുടെ രാസമാലിന്യം അത് ഭക്ഷിച്ചത് മൂലമാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം വിശദാംശങ്ങൾ അറിയിക്കാമെന്നാണ് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. രേഷ്മ, ഡോൾഫിനുകളുടെ ജഡം അഴിഞ്ഞ സംഭവത്തിൽ ഈ മരണങ്ങൾക്ക് കാരണമായത് കപ്പലപകടമാണോ എന്ന സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്ത് വരുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.